ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് നമ്മുടെ സ്വന്തം നെയ്ച്ചോറും പിന്നെ പനീർ ഫ്രൈ ആണ്. വെജ് പ്രിഫർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കോംബോ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്, പക്ഷേ ഞാൻ വെജിറ്റേറിയൻ അല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് വേഗം തന്നെ കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബിരിയാണി അരി 3 തൊട്ട് 4 ഗ്ലാസ് വരെ നല്ലതുപോലെ കഴുകി നല്ല വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചേക്കാണ്. പിന്നെ ഇവിടെ 2 സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മുതൽ 6 ടേബിൾ സ്പൂൺ നെയ്യ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പൈസസ് കറുവപ്പട്ട, ഗ്രാമ്പൂ, പട്ട, കിസ്മിസ്, കാഷ്യൂ, ഏലക്ക ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം സ്റ്റൗവിൽ. എന്നിട്ട് നമുക്കതിലോട്ടേക്ക് നെയ്യ്, മൊത്തം നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട്, നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ച നമ്മുടെ സവാള അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വഴറ്റി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കോംബോ ആണ്, തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ നമുക്കിവിടെ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ സ്പൈസസ് ആണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഏലക്കയൊന്നും കൂടുതൽ ഇഷ്ടമല്ല, അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയാണ് എടുത്തേക്കണേ. പിന്നെ അത് നല്ലതുപോലെ വഴറ്റി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് നമ്മൾ കുതിർക്കാൻ വെച്ച് നമ്മുടെ അരിയും വെള്ളവും എല്ലാം കൂടി അതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് തിള വരുന്ന സമയത്ത് മാത്രം നമ്മൾ കുക്കർ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ തിള വന്ന സമയത്ത് നമ്മൾ ഇവിടെ കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ നമ്മൾ അടിക്കണം. 3 വിസിൽ അടിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ബിസി ആയിട്ടുള്ളവർക്ക്, മീൻസ് ജോലിക്കെല്ലാം പോകുന്നവർക്ക് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പനീർ ഫ്രൈയിലോട്ടേക്ക് പോവാം. ഇത് വളരെ ഈസിയും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പനീറാണ് എടുത്തേക്കണേ. എന്നിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് നമ്മളുടെ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കായപ്പൊടി ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും കോമൺ ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇത് വന്നിട്ട് അരിപ്പൊടിയാണ്. അപ്പോൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്തെ കുറച്ച് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പൊടി ഇട്ടേക്കണത്. പിന്നെ നമ്മൾ അതിലോട്ടേക്ക് ഇട്ടത് കുരുമുളക് പൊടിയാണ്. പിന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളമല്ല ചേർക്കണത്, എണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഏത് വേണമെച്ചാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ പനീറിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മിക്സ് എല്ലാം ചെയ്തൊരു 15 മിനിറ്റ് റെസ്റ്റിന് വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലൊരു ചട്ടി എടുക്കുക. ചട്ടി എടുത്തിട്ട് അതിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ടേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മളുടെ പനീറും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതും ആണെങ്കിലും ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. അപ്പോൾ ഒരു 3-4 ട്രിപ്പാക്കിയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്, കൂടുതൽ എരിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ രീതിയിലൊന്നും അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യണമെന്ന് ഞാൻ പറയണില്ല കുഞ്ഞു കുട്ടികൾക്ക്, എന്നാൽ പോലും ഈ രീതിയിൽ ചെയ്ത് കൊടുക്കാം. കൂടുതൽ എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പനീർ എന്ന് പറയുന്നത് ഹൈ പ്രോട്ടീൻ ഉള്ള സാധനമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ട്രിപ്പും നമ്മൾ 4 ട്രിപ്പായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പനീർ ഫ്രൈ ഇവിടെ റെഡി ആയി, മീൻസ് മസാലയൊക്കെ ഇട്ടിട്ട് സംഭവം റെഡി ആയിട്ടില്ല, അത് ചെയ്യണത്രേ. അപ്പോൾ പനീർ നമ്മൾ വറുത്തെടുത്തു. ഇനി അതേ ചട്ടിയിലോട്ടേക്ക് അതേ അതിൽ എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ എണ്ണയിലോട്ടേക്ക് നമ്മൾ സവാള ഇവിടെ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് സ്ക്വയറായിട്ട് മുറിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തു. ഇനി
നമുക്ക് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന്, അതൊക്കെ ഞാൻ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയണില്ല, അതെല്ലാവരുടെയും ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ ഇപ്പോൾ ഇട്ടത് നമ്മുടെ ഗരം മസാലയാണ്. പിന്നെ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നമ്മൾ വീണ്ടും ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മുളക് പൊടി ഇട്ടത് എത്തിയിട്ടില്ല, എരിവില്ലായിരുന്നു. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഞാനിവിടെ ക്വാണ്ടിറ്റി ഒന്നും തന്നെ പറയണില്ല, കാരണം ഓരോരുത്തരുടെ ടേസ്റ്റ് ഓരോ പോലെയാണ്. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം അവരവർ ചേർക്കുക. പിന്നെ ഇന്ന പൊടികളാണ് എന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലോട്ടേക്ക് നമ്മൾ വറുത്ത് വെച്ച നമ്മളുടെ പനീറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണം എന്നുള്ളവരാണെങ്കിൽ പനീർ ചേർക്കണതിന് മുന്നേ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് തിള വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ടേക്ക് വെള്ളം ഒഴിച്ച് നമ്മളുടെ പനീർ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ എന്താ പറയുക, സെമി ഗ്രേവി അങ്ങനത്തെ സംഭവം ഒന്നും തന്നെ ഇഷ്ടമല്ല, നമുക്കിങ്ങനെ ഡ്രൈ ഫ്രൈ ആയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചിട്ട് വേവ് അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഓൾറെഡി പനീറെല്ലാം ചെയ്ത് വെച്ചതാണ്, വറുത്ത് വെച്ചതാണ്. പിന്നെ എന്താ പറയുക, സവാളയെല്ലാം വഴറ്റി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ നമ്മുടെ പനീർ ഫ്രൈയും കൂടി നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി റെസിപ്പിയാണ്, രണ്ടും കോംബോ വളരെയധികം മാച്ച് ആവുന്നതാണ്. വെജ് പ്രിഫർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്, അത്രയ്ക്കും ടേസ്റ്റി റെസിപ്പിയാണ്. കൂടുതൽ എരിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, എല്ലാം പാകത്തിനാണ് ഇട്ടേക്കണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ബൈ ഫ്രം പുനസ് ഡ്രീം വേൾഡ്. ടാറ്റ ബൈ.